ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ പുറത്തൊന്ന് പോയി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലല്ലെങ്കിലും ഇടയ്ക്കുള്ള ഞായറാഴ്ചയൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോയി കറങ്ങാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഞായറാഴ്ചയായിരുന്നു ഇന്ന്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഉച്ചയ്ക്ക് ശേഷമുണ്ട്, അത് 2:30 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീലി അവിടെ ഗ്ലാസ്സൊക്കെ വെച്ചത് ഷോയൊക്കെ കാണിച്ച് അങ്ങനെ ഇരിക്കണം. എനിക്ക് പിന്നെ ഈ ഗ്ലാസ്സിൽ വയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ണ് കാണണ്ടേ. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചേട്ടന് 1-2 ഷർട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഓഫീസിലിടാൻ വേണ്ടി ഷർട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ലുലു മോളിലോട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പ്രത്യേകിച്ച് സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല തിരക്ക് കുറവായിരുന്നു നമ്മൾ പോയ സമയത്ത്. പാർക്കിങ്ങിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടെന്ന് വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നപ്പോൾ പിന്നെ അനിയത്തി വിളിച്ചു. അവളും അവളെ ഫ്രണ്ട്സായിട്ട് ലുലു മോളിൽ നിൽക്കുകയാണ്, ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ മോളിലോട്ട് കയറി. പോയത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. പീലിയുടെ സോപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിക്കാനുള്ള, അതായത് നമ്മുടെ കുക്കീസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേരോട് വെയിറ്റ് ചെയ്തപ്പോൾ അവളും അതുപോലെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ രാവിലെ വന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവളും ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളിതാ വരുന്ന ഈ ഒരു ഷോയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി. അപ്പോൾ എനിക്ക് ട്വിൻസ് അനിയത്തിമാരാണ്, ഒരാൾ ബാംഗ്ലൂരുമാണ്, ഒന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പീലിയെ കൊണ്ടുവന്ന നേരത്ത് ഇവൾ ഫ്രണ്ട്സിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന നേരത്ത് പിന്നെ അവൾ പീലി ഒരു വിധത്തിലും അവളെ കൂടെ പോകുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഈ ഒരു സ്പ്രേ എടുത്തു കേട്ടോ. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് താഴെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊരു മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള ട്രെയിൻ പോകുന്ന സംഭവമൊക്കെ ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ അതിനകത്ത് ആ കഴിച്ച മിഠായിക്കകത്തൊരു ടോയ് കിട്ടി. അപ്പോൾ ഈ ഒരു സംഭവമാണ് കിട്ടിയത്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കിട്ടി. പിന്നെ ആ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവൾ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ചെടുത്തുകൊണ്ടൊക്കെ പോവുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ അനിയത്തിക്ക് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കളക്ഷൻസൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല, കാരണം ഓണത്തിന് ഇപ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ വാങ്ങിയത് കൊണ്ട് ചേട്ടൻ വാങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഫുഡ് വെയറിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിലതാ ഈ ഒരു വൈറ്റ് പേൾ വെച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ 299 കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ലുലു മോളിലെ സ്റ്റുഡിയോ ആകുമ്പോൾ പെട്ടെന്ന് കളക്ഷൻസ് തീരാറാണ് കേട്ടോ പതിവ്. ഞാൻ കൂടുതലും വരുമ്പോൾ അങ്ങനെയാണ്, ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിഡ്സിൻ്റെതൊക്കെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡ്രസ്സിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തതാണ്. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ. അത്യാവശ്യം കളക്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ പീലി എടുത്തുകൊണ്ട് അവിടെ മൊത്തം നടക്കാനുണ്ട്. ഞാൻ വായി നോക്കിക്കൊണ്ട് ഡ്രസ്സിൻ്റെയൊക്കെ വായി നോക്കിക്കൊണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ 2 ടോയ്സ് നല്ലത്. എനിക്കൊന്ന് ഈ കാറിലൊക്കെ വയ്ക്കുന്ന സംഭവമാണ് തോന്നുന്നത് കേട്ടോ. ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വാങ്ങി നോക്കിക്കൊണ്ട്, പിന്നെ കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, പീലി ഭയങ്കര സീനാവും. പിന്നെ സ്റ്റുഡിയോ ഞാൻ വാങ്ങിയത് ഈ ഒരു സ്പ്രേയും പിന്നെ ഷീറ്റ് മാസ്കാണ് തോന്നുന്നു കേട്ടോ. അതും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ. ഇവർ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം വിശപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാർ പാർക്കിങ്ങിലോട്ട് പോയിട്ട് നമ്മൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് ചേട്ടൻ പറഞ്ഞു നമുക്ക് പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ മറന്നുപോയി, ഇതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിസ്സ. നമ്മൾ പറഞ്ഞത് പെരി പെരി ചിക്കൻ പിസ്സയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ പറഞ്ഞത്. ഇതാണ് സംഭവം. അങ്ങനെ അതൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്, പെരി പെരിയുടെ സംഭവം. എനിക്ക് തോന്നുന്നു മഷ്റൂം വരുന്ന അങ്ങനെ എന്തോ ഒരു പിസ്സ ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞാൻ ലുലുന്ന് വാങ്ങിച്ചത് ഇതൊക്കെയാണ് കേട്ടോ. ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുക്കീസ്, പിന്നെ കോക്കനട്ട് ബർഫി, പിന്നെ ബ്രെഡ് ഹൽവ, പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ കുക്കീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ 2 ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.